പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന പുതിയ വിഷയം യെശയ്യായുടെ പുസ്തകം 63 അധ്യായം 7 തൊട്ട് 19 വരെ. യെശയ്യായുടെ പുസ്തകം 63 അധ്യായം 7 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന യെശയ്യായുടെ പുസ്തകത്തിൽ ഒരു മുൻകൂട്ടി പറയുന്ന ഒരു ഭവിഷ്യവക്താവാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേലിൻ്റെ ഈ പരമേശ്വർ, അതായത് ഗോഡ്, സ്നേഹവും ന്യായവും അതേപോലെ തന്നെ രക്ഷയെപ്പറ്റി ആണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഇസ്രായേലിനെ പലവട്ടം അവർ പാപം ചെയ്തതുകൊണ്ട് യഹോവയിൽ നിന്ന് അകൽച്ച കാണുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരിയും കഷ്ടങ്ങളും ഒത്തിരിയും അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ നാട് കടത്തലും അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ അവരെ അനുഭവിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. എന്നാലും യഹോവ ആ പഴയ കാര്യങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെ സ്നേഹവും ദയയും കാണിച്ചുകൊണ്ട് അവരെ പ്രാർത്ഥനയിൽ കൂടി അവരെ വീണ്ടും കയ്യിലെടുക്കുകയും അതുപോലെ വീണ്ടും അവരെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് പ്രത്യേകം കാണുന്ന നമ്മൾ പഴയ കാര്യത്തെ ഓർക്കുകയും പശ്ചാത്തപിക്കുകയും താണു വീണ് പ്രാർത്ഥിക്കുന്ന ഈ മൂന്ന് കാര്യത്തിൻ്റെ ഒരു മിശ്രണമാണ് നമുക്കിവിടെ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഈ പദത്തിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ യഹോവയുടെ കരുണയെ പറ്റി നമുക്ക് സ്മരണ ചെയ്യുക, നമ്മൾ അതിനെ ഓർക്കുക എന്നുള്ളതാണ്. അതായത് 7 തൊട്ട് 9 വരെയുള്ള പദങ്ങളിൽ ഇതിനെപ്പറ്റി പറയുന്നത്. ഞാൻ യഹോവയെപ്പറ്റി ഉള്ള കരുണകളെപ്പറ്റി ഞാൻ വർണ്ണനം ചെയ്യുവാണ് എന്ന് അവിടെ വെച്ച് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? യഹോവ മുൻകാലങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഉപകാരത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് എങ്ങനെയാണ് സ്നേഹം കാണിച്ചുകൊണ്ട് അതേവരെ രക്ഷപ്പെടുത്തിയെന്നുള്ളത് അവരെപ്പറ്റി പറയുന്നത്. അദ്ദേഹം ഓരോ കഷ്ടകാലത്തിലും നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ സുരക്ഷിതം തരുവാണെന്നുള്ളതാണ് അവിടെ കാണിക്കപ്പെടുന്നത്. യഹോവയുടെ ഈ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പാപിയായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യഹോവ എപ്പോഴും യഹോവയുടെ പവിത്രാത്മാവ് നമ്മുടെ കൂടെ കാണുകയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസത്തിലും ആ പവിത്രാത്മാവിനും ആ ഒരു വിഷമവും പ്രയാസവും ദുഃഖവും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് സങ്കീർത്തനം 103 അധ്യായത്തിൽ 13 വാക്യത്തിൽ പിതാവിൻ്റെ ദയയെപ്പറ്റിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിതാവിൻ്റെ ദയയെപ്പറ്റി കാണുമ്പോൾ നമുക്ക് അവിടെ പഠിക്കേണ്ടത്, ദൈവത്തോട് നമ്മൾ പേടിയോടുകൂടി നമ്മൾ താണു വീണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പിതാവ് നമ്മളെ വളരെ ആക്റ്റീവായിട്ട് നമ്മളെ സ്നേഹിക്കുന്നതായിട്ടാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ പാപങ്ങൾ അവിടെ പൊറുക്കപ്പെടുകയാണ്. ആ പാപങ്ങൾ പൊറുക്കപ്പെട്ട് വീണ്ടും നമ്മളെ നവീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ എക്സോഡസ് ആവർത്തന പുസ്തകം എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് നമ്മൾ കാണുമ്പോൾ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇതുപോലെയാണ് കാണുന്നത്. ഈ മിശ്ര നാട്ടിൽ നിന്ന് യഹൂദന്മാരെ വളരെ കഷ്ടത്തിലായിരുന്ന സമയത്ത് അവർ യഹോവയെ വിളിക്കുന്നതും അതോടൊപ്പം തന്നെ അവരെ യഹോവ അവിടുന്ന് വിടുതൽ ചെയ്യുന്നതും അതുപോലെ പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് അവരെ വീണ്ടും എത്തിച്ചു കൊള്ളുന്നതുമായിട്ടുള്ള ആ സ്നേഹബന്ധമാണ് നമുക്ക് അവിടെ വെച്ച് ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഈ പ്രയാസത്തിനും വിഷമത്തിനും നമ്മൾ ഈ പാപത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഈ ലൗകികമായ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെ എപ്പോഴും നമ്മളോട് സ്നേഹം കാണിക്കുകയും അത് കഴിഞ്ഞിട്ട് നമ്മളെ പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് വീണ്ടും നമ്മളെ എത്തിച്ചു തരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ 10-ാം നമ്പർ വാക്യത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ നമ്മൾ യഹോവയോട് വിദ്രോഹം ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ട് എന്തുവാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അവിടെ പറയപ്പെടുന്നത്, അവർ എന്നോട് വിദ്രോഹം ചെയ്തു, അങ്ങനെ വന്നപ്പോൾ പവിത്രാത്മാവിന് വളരെ ദുഃഖമുണ്ടായി എന്നാണ് നമുക്കവിടെ പറയപ്പെടുന്നത്. അപ്പം പവിത്രാത്മാവ് നമ്മൾ കാണിക്കുന്ന യഹോവയോട് കാണിക്കുന്ന പാപത്തിൻ്റെ വിദ്രോഹം
അത് അതിൽ കൂടി ആ പവിത്രാത്മാവ് പ്രയാസപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിലോ ആൾക്കാരെല്ലാവരും നമ്മൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ദൈവം എന്താണ് നമുക്ക് സ്നേഹം കാണിച്ചത്, ദയ കാണിച്ചത്, അതെല്ലാം നമ്മൾ മറന്നു പോകുന്നുണ്ട്. അവിടെ ഇതിൽ കൂടി മനസ്സിലാക്കുന്ന യഹോവ എപ്പോഴും നമ്മളെ ഈ പാപത്തിൽ മുഴുകി കഴിയുമ്പോൾ നമ്മൾ അതേ ആ യഹോവയുടെ ഒരു വിരോധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യഹോവ നമ്മളെ ഒരു മുൻകൂട്ടി നമ്മളെ കരുതൽ പറയുന്നത്. അതായത് പാപം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ യഹോവയായിട്ടുള്ള ബന്ധം നമ്മുടെ വിച്ഛേദമാവുകയാണ്. ഇതാണ് നമ്മൾ എഫീഷ്യോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്ന പവിത്രാത്മാവിനെ ദുഃഖപ്പെടുത്തല്ലേ എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ പവിത്രാത്മാവിനെ നമ്മൾ ദുഃഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ രക്ഷയുടെ ദിനത്തിൽ നമ്മളെ ഉണ്ടല്ലോ ഒരു സീൽ ചെയ്ത ഒരു വ്യക്തി ഒരു നമ്മളെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന നമ്മളൊരു വസ്തുവായി മാറിയിരിക്കുന്നതാണ്. എന്താണെന്നറിയാമോ? നമ്മളെ പാപത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി നമ്മുടെ പിടിച്ച് നമ്മളെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ആ സമയത്താണ് നമ്മൾ വീണ്ടും യഹോവയെ നമ്മൾ മറന്നുകൊണ്ട് പവിത്രാത്മാവിനെ ദുഃഖപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലവട്ടവും നമ്മൾ ഇതുപോലെ കുറ്റങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ യഹോവ നമ്മളെ വീണ്ടും വീണ്ടും നമ്മളെ രക്ഷിക്കുകയും നമ്മളോട് തെറ്റുകുറ്റങ്ങളെ എങ്ങനെ അതിൽ പരിഗണിക്കാൻ പറ്റും, ഏത് രീതിയിലാണ് നമ്മൾ അതിൽ നിന്ന് സുരക്ഷിതമായിട്ട് എന്ന് നമ്മളെ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ പഴയ കാര്യങ്ങൾ നമുക്ക് ഉപകാരങ്ങളായിട്ട് നമ്മുടെ രക്ഷയായിട്ട് ദൈവം നമുക്ക് തന്നത് അതിനെ ഓർക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മളോട് യഹോവ 11 തൊട്ട് 14 വരെയുള്ള പദങ്ങളിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇസ്രായേൽ നാട്ടിൽ നിന്ന്, അതായത് ഇസ്രായേലിയർ മിസ്ര നാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ആ കാലഘട്ടത്തെ കാര്യങ്ങളെല്ലാം ഇന്നും അവരെ ഓർപ്പിച്ചു കൊടുത്ത് യഹോവ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കഷ്ടകാലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പ്രയാസം വിഷമങ്ങളെല്ലാം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. മൂശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലികളെ ആ സമയത്ത് രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മളെ യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലാണ് യഹോവ ഇന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെ ആ കടൽ നമ്മളെ എങ്ങനെയാണ് അവിടുന്ന് ആ കഷ്ടപ്പാടിൻ്റെ കടലിൽ നിന്ന് അവരെ ഇറക്കി കൊണ്ട് വന്നേ എന്നുള്ളത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. യഹോവ പലവട്ടവും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സാക്ഷ്യം പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നും എപ്പോഴും നമ്മളെ സുരക്ഷിതമായിട്ട് നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എക്സോഡസ് 14-ാം അധ്യായം 21 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ചുവന്ന സമുദ്രത്തിൻ്റെ അതിശയകരമായ വസ്തുതയെ പറ്റിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് അവിടെ കാണുന്നത്? വളരെ അതിശയകരമായ ഈ സമുദ്രത്തിൻ്റെ ഈ അവസ്ഥ രണ്ട് ഭാഗമായിട്ട് സമുദ്രം മാറുന്നതും അത് കഴിഞ്ഞിട്ട് ഉണക്കുള്ള ഭൂമി നമുക്ക് കിട്ടുന്നതും നടന്നു വരാനായിട്ട് പ്രയാസമില്ലാതെ നമുക്ക് സുഖമായിട്ട് നടന്നു വരാനായിട്ട് ആ ഭൂമി കിട്ടുന്നതും അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും വെള്ളം വലിയ മലമാതിരി നിൽക്കുന്നു. അപ്പോൾ ആ മലമാതിരി യഹോവയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്താ വെച്ചാൽ യഹോവ നമ്മളെ സുരക്ഷിതം തന്ന് നമ്മളെ രണ്ട് സൈഡും ഭിത്തിയായി മാറി നമ്മളെ സുരക്ഷിതം തന്നുകൊണ്ടാണ് നമ്മളെ അവിടുന്ന് ഇറക്കി വിട്ടത്. അപ്പോൾ അങ്ങനെ ഇസ്രായേലികളെ അവിടെ ഇറക്കി വിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് നമ്മളെ സുരക്ഷിതം തന്ന് രണ്ട് സൈഡും നമ്മുടെ യഹോവ നിന്നുകൊണ്ട് നമുക്ക് ഉണക്ക് ഭൂമി തന്ന് നമ്മളെ അതിൽ നിന്ന് ഇറക്കി വിടുന്നത്. നമ്മളങ്ങനെ വിശ്വസിക്കേണ്ടവരാണ്. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അടുത്തതായിട്ടുള്ള 4-ാമത്തെ പോയിൻ്റ്, ദയയിൽ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് 15-ാം അധ്യായം തൊട്ട് 19-ാം അധ്യായം വരെ ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. എൻ്റെ യഹോവേ, സ്വർഗത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ പാപിയാകുന്നു, അതിനെപ്പറ്റി എന്നെ എങ്ങനെ നീ അതിൽ രക്ഷപ്പെടുത്തണം എന്നുള്ളത് അത് താണു വീണ് അപേക്ഷിച്ച് യഹോവയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ യഹോവേ, എൻ്റെ പിതാവെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ മാത്രമേ
നീ എൻ്റെ പിതാവാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ മാത്രമേ നമുക്ക് ആ ബന്ധം പുലർത്താൻ സാധിക്കുന്നുള്ളൂ. എല്ലാം നമ്മുടെ നശിച്ചു പോകുന്ന സമയത്ത് യഹോവ നമ്മളെ നമ്മൾ പിതാവാണെന്നുള്ള നിലയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ അടുപ്പിച്ച് തരികയും നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ യഹോവ നമ്മളെ അത് ബോധ്യപ്പെടുത്തി നമ്മളെ വീണ്ടും സുരക്ഷിതവും സ്നേഹവും തന്നുകൊണ്ടാണ് നമ്മളെ കൊന്നത്. ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. നമ്മൾ അടിമത്തത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ കരങ്ങി വിളിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ പശ്ചാത്തപിച്ചിട്ട് നമ്മൾ വിറച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥത്തിൽ നമ്മളെ എല്ലാ രീതിയിൽ കൂടെ നമ്മളെ ദൈവം സുരക്ഷിതമായിട്ട് നമ്മളെ ഇറക്കിക്കൊണ്ട് വരികയും നമ്മളെ ഒരു പുനർസ്ഥാപനം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ വീണ്ടും ഒരു പുനർസ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മൾ അവിടുന്ന് ഓടി വരുന്നത്. അപ്പോൾ റോമൻസിൻ്റെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യത്തിലും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. എന്താണ് എന്ന് വെച്ചാൽ പവിത്രാത്മാ കൊണ്ട് നമ്മളെ യഹോവ നമ്മളെ പേടി സ്വപ്നമാക്കി മാറ്റാതെ നമ്മുടെ സ്നേഹവും ആത്മീയതയാണ് നമ്മളെ അവിടെ വെച്ച് വ്യക്തമാക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ അബ്ബാ പിതാവേ എന്ന് നമ്മൾ നിലവിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിൽ ഉറച്ച വിശ്വാസത്തിലും നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ അധ്യായത്തിൻ്റെ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹോവ നമ്മൾക്ക് കാണിച്ചു തന്ന ഓരോ നല്ല കാര്യങ്ങളെ നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. ആ പരോപകാരനെ ഓർക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. പാപം അതുപോലെ വിദ്രോഹം കൊണ്ട് നമ്മൾ ആത്മാവിനെ ദുഃഖപ്പെടുത്തുന്നതേ ഉള്ളൂ. പാപം ചെയ്യുമ്പോഴും യഹോവയുടെ വിദ്രോഹം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദുഃഖിക്കുവാണ്. അതാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇപ്പം മൂന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന നേരത്തെ എങ്ങനെ ഇപ്പോൾ യഹോവ നമ്മളെ സഹായിച്ചോ അതുപോലെ തന്നെ ഇന്നും യഹോവ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമാണ്. കഠിനമായ സമയത്തും നമ്മൾ യഹോവയെ മറക്കാതെ നമ്മൾ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് യഹോവ നമ്മളെ എല്ലാ അവസരങ്ങളും നമുക്കൊരു കൈത്താങ്ങായിക്കൊണ്ട് നമ്മളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി കഠിനമായ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന സമയത്ത് പഴയ കാല യഹോവ കാണിച്ച ഓരോ ബ്ലെസ്സിങ്സിനെ ഓർക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ വിശ്വാസം വളരെ ഉറച്ച ഒരു വിശ്വാസത്തിൽ കൂടിയാണ് അവർ ജീവിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഒരു പ്രയാസത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം നിരാശപ്പെടാതെ അദ്ദേഹം പഴയ ഡയറി തുറന്ന് വലിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം യഹോവ നമുക്ക് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് മനസ്സിലായി ആ പറയുന്ന യഹോവ നമ്മളെ ഉണ്ടല്ലോ എപ്പോഴും ഏത് സമയത്തും നമ്മളെ രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും യഹോവയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഈ പഴയ കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മളെ വിശ്വാസത്തിൽ കൂടെ നമ്മൾ ജീവിക്കേണ്ടതായിട്ട് ആവശ്യമായിരിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ മെയിൻ ചുരുക്കം ഇങ്ങനെ ആകുന്നു. കരുണ നമുക്ക് യഹോവയുടെ കരുണയെ നമ്മൾ ഓർക്കുകയും അത് യഹോവയിലേക്ക് തിരിച്ചു വരികയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇതാണ് നമ്മുടെ ഈ വചനങ്ങളുടെ യഥാർത്ഥ ചുരുക്കം. അപ്പോൾ നമ്മൾ മുഖ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് യഹോവയുടെ നമുക്ക് തരുന്ന പരോപകാരത്തിനെ നമ്മൾ ഓർക്കുക. ഒന്ന്. രണ്ടാമത് പാപത്തിൽ നിന്ന് നമ്മൾ ദൂരെ നിൽക്കുക. 2. 3 വിശ്വാസം വയ്ക്കുക, നിലനിർത്തുക. അത് യഹോവ വീണ്ടും നമ്മളെ ഉണ്ടല്ലോ പഴയതുപോലെ തന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 4. പ്രാർത്ഥനയിൽ കൂടെ യഹോവയെ അന്വേഷിപ്പിൻ, അപ്പോൾ യഹോവ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. 39ാമത്തെ ഈ വലിയൊരു ഫങ്ഷൻ നമുക്കത് നമ്മൾ കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ കാണുന്നത്? അതായത് ഒന്ന്, നമ്മൾ യഹോവയുടെ നമ്മളോടുള്ള ആ പരോപകാരം ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് നമുക്ക് കാണാൻ അവിടെ സാധിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, നമ്മൾ ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യഹോവയുടെ അഗനസ്റ്റായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ആ യഹോവയുടെ നമ്മുടെ ആത്മാവിനെതിരായിട്ട് നമ്മൾ വിദ്രോഹം ചെയ്തിട്ടുണ്ടോ
എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. മൂന്നാമത് നമ്മൾ ഈ ഞാൻ സത്യമായ ഹൃദയത്തിൽ ഒരു നേരായ ഹൃദയത്തിൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ യഹോവ നമുക്ക് കിട്ടപ്പെടത്തുള്ളൂ. ഇതുപോലെ തന്നെ നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഇത് എൻ്റെ പിതാവേ, എന്നെ എനിക്ക് തന്നിരിക്കുന്ന കരുണകൾ ഞാൻ ഓർത്തുകൊണ്ട് നീ എന്നെ സഹായിച്ചിരിക്കണം, എപ്പോഴും നീ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചേർക്കേണ്ട കാര്യങ്ങൾ, എൻ്റെ പാപത്തിൽ നിന്നും എൻ്റെ പാപത്തിൻ്റെ ഉണ്ടാകുന്ന വിദ്രോഹം ത്തിൽ നിന്ന് എന്നെ ദൂരെ അകറ്റി മാറ്റി നിർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും ഞാൻ നവീകരിക്കപ്പെട്ടിട്ട് ഞാൻ വീണ്ടും നിന്നെ ഓർത്ത് ഞാൻ ജീവിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ പ്രാർത്ഥിക്കുന്നത്. നാലാമതായിട്ട് നമുക്ക് ഒരു സത്യസന്ധമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ശക്തി തരണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 63-7-19 വരെ നമ്മളെ ചുരുക്കത്തിൽ എന്താണ് പഠിപ്പിച്ചതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ യഹോവയുടെ കരുണ ഒരിക്കലും തീർന്നു പോകത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. രണ്ടാമത് പാപത്തിൽ നിന്ന് നമ്മൾ അകൽച്ച ഉണ്ടാകണം നമുക്ക്. മൂന്നാമത് നമുക്ക് യഹോവ നമ്മളെ എപ്പോഴൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അതിന് ഉത്തരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓർത്തിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കലീശയ്ക്കും നമ്മുടെ ആൾക്കാർക്കും, നമ്മൾ ഇതിനെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരും ഇന്ത്യയിലും വെളിയിലുള്ളവരും എല്ലാവരും ഇതിനെ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നവരെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുകയും ഇതിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നമുക്ക് പ്രയോജനപ്പെടട്ടെ. ഇസ്രായേലികൾക്കുണ്ടായ ആ കാലഘട്ടത്തിലുണ്ടായ ആ പ്രയാസം വിഷമത്തിലും യഹോവ എങ്ങനെയാണ് ഓർത്തതെന്ന് അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ. നമ്മൾ സാക്ഷീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തി വ്യത്യാസപ്പെടുത്തി നമ്മൾ ജീവിതത്തിനെ പ്രാർത്ഥനയോട് കൂടി മുഴുകി നമ്മൾ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ എല്ലാവരും പുനർപരിശോധിച്ച് യഹോവ നമുക്ക് തന്ന നല്ല കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകൾ കേൾക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.